Hello viewers, namaste, welcome back to many video. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് കമ്മോഡിറ്റി ട്രേഡിംഗ് നമ്മുടെ സോഫ്റ്റ്വെയർ വിൻറ്ററിൻ്റെ സ്ട്രാറ്റജി ഉപയോഗിച്ച് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയർ ഇത് ഒരുപോലെ എല്ലാ മാർക്കറ്റ്, അതായത് ഓപ്ഷൻസ്, സ്റ്റോക്ക്, ഫ്യൂച്ചർ, കമ്മോഡിറ്റി മാർക്കറ്റ്, ഫോറക്സ്, ക്രിപ്റ്റോ ഏതുമായിക്കോട്ടെ നമ്മുടെ സോഫ്റ്റ്വെയറിനകത്ത് ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ സിഗ്നൽ ഇൻഡിക്കേഷൻ തരും. അപ്പോൾ നമുക്കത് കൺഫേം ആയ ട്രേഡുകൾ മാത്രം പിക്ക് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ കൺഫേം ട്രേഡുകൾ എങ്ങനെ പിക്ക് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത്. ഞാൻ എടുത്തിരിക്കുന്ന ക്രൂഡോണിൻ്റെ ചാർട്ടാണ്, 5 മിനിറ്റ് ആണ്. നമുക്ക് ഇതിൻ്റെ സിഗ്നലിൻ്റെ കൺഫർമേഷൻ ചെക്ക് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ഓപ്ഷൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് ഫുള്ളായിട്ട് കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ സോഫ്റ്റ്വെയറിൻ്റെ എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യുന്നത്, അതുപോലെ ഇതിൻ്റെ വർക്കിംഗ് മെത്തേഡ് ലൈവായിട്ട് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. ഇന്നത്തെ വീഡിയോ നമുക്ക് പെട്ടെന്ന് കാണാം. അപ്പോൾ ഇത് ഞാൻ ഓപ്പൺ ചെയ്യുന്ന 5 മിനിറ്റ് ടൈം ഫ്രെയിമിലാണ്. മേളിൽ വരുന്നതാണ് മാർക്കറ്റ് റേറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ലൈവ് ഡെമോൺസ്ട്രേഷൻ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കോൺടാക്ട് ഡീറ്റെയിൽസ് ഉണ്ട്. കോളർ വാട്സപ്പ് സെയിം നമ്പർ തന്നെയാണ്. അപ്പം ഇതിൽ നമുക്ക് ഞാൻ പറഞ്ഞുള്ള സിഗ്നൽസ് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കാണിച്ചു. അപ്പം നമുക്ക് അതിനൊരു കൺഫർമേഷൻ ഉള്ള ട്രേഡുകൾ മാത്രം നമ്മൾ പിക്ക് ചെയ്യാം. ഇപ്പം നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ ഗ്രീൻ കളറിൽ വരുന്ന അപ്പ് ആരോ ബൈ ചെയ്യാനുള്ളതും റെഡ് വരുന്നത് സെല്ലുമാണ്. അതായത് സിഗ്നൽസ് ഓട്ടോമാറ്റിക്കായിട്ട് വരും. സിഗ്നൽ വരുമ്പോൾ തന്നെ ഇതുണ്ട്, അലേർട്ട് മെസ്സേജ് നോട്ടിഫിക്കേഷൻ വരും, സൗണ്ട് കേൾക്കാൻ പറ്റും. സെയിം ഡീറ്റെയിൽസ് മേളിലത്തെ ഡാഷ്ബോർഡിൽ എഴുതിയിട്ടുണ്ട്. 5714 നമുക്ക് ലാസ്റ്റ് വന്നിരിക്കുന്ന ബൈ വന്നിരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞുള്ള സിഗ്നൽസ് വരുമ്പോൾ എല്ലാ ട്രേഡുകളും നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. അതിൽ കൺഫേമായ എൻട്രീസ് മാത്രം എടുക്കുക. കൺഫർമേഷൻ എന്ന് പറയുമ്പോൾ നമുക്കൊരു ബൈ സിഗ്നലാണ് വന്നിരിക്കുന്നതെങ്കിൽ ബൈയുടെ ഫസ്റ്റ് കൺഫർമേഷൻ ഏറ്റവും താഴത്തെ പ്രൈസ് ഇതുപോലെ ബൈ സോൺ എന്ന് എഴുതി കാണിക്കുക. അതാണ് ഫസ്റ്റ് കൺഫർമേഷൻ. സെക്കൻഡ് കൺഫർമേഷൻ ആരോടെ താഴത്തെ ഈ ബാറില്ലേ, ഓരോ ക്യാൻഡിലും ഓരോ ബാറുകൾ ഇങ്ങനെ ഫോം ചെയ്ത് വരും. അപ്പോൾ സിഗ്നൽ വരുമ്പോൾ താഴത്തുള്ള ബാർ എന്തായിരിക്കണം, ഗ്രീൻ തന്നെ ആയിരിക്കണം. ഇൻ കേസ് അവിടെ ഗ്രീൻ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്രീൻ ആവുന്നതുകൊണ്ട് ആക്ച്വലി നമുക്ക് ഇവിടുന്നാണ് ആ കൺഫർമേഷൻ വന്നിരിക്കുന്നത്. അവിടുന്ന് മാർക്കറ്റ് കയറിയാൻ തുടങ്ങിയിട്ടുണ്ട്. അതായത് ഈ ഒരു ലെവല് ഇവിടെ നമുക്ക് ഡയറക്റ്റ് എൻട്രി എടുക്കാം. അവിടെ നിന്ന് നോക്കുമ്പോൾ റെസിസ്റ്ററിനെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. റെസിസ്റ്റർ ഈ റെഡ് സ്റ്റാർ ആണ്. റെസിസ്റ്ററിനെ ഇവിടെ ബ്രേക്ക് ചെയ്യാന്ന് വെച്ചാൽ 90% മാർക്കറ്റ് കയറി തന്നെ പോകും. അവിടെ നിന്ന് നമുക്ക് ഡയറക്റ്റ് ആ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാവുന്നത്. ഇപ്പോൾ അവിടെ നിന്ന് മാർക്കറ്റ് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് സിഗ്നൽ വരുമ്പോൾ തന്നെ ടാർഗറ്റും സ്റ്റോപ്പ് ലോസ് എല്ലാം, സ്റ്റോപ്പ് ലോസ് ഒക്കെ ട്രെയിലിംഗ് ആണ്. മാർക്കറ്റ് കയറുന്നവർ സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു കളർ വ്യത്യാസം കാണുന്നുണ്ടോ. അപ്പോൾ നമുക്ക് ആ സിഗ്നൽ വന്ന സമയത്ത് ഇത് സൈഡ് വേ ആയിരുന്നു. അതായത് റെഡ് ആൻഡ് ഗ്രീൻ അല്ലാതെ വരുന്ന എല്ലാ കളേഴ്സും സൈഡ് വേ ഇൻഡിക്കേഷൻ കാണിക്കുന്നതാണ്. അപ്പോൾ സൈഡ് വേ ആയതുകൊണ്ട് തന്നെ നമുക്കൊരു കൺഫർമേഷൻ അവിടെ കിട്ടിയില്ലായിരുന്നു. അപ്പോൾ നമുക്ക് ഈ ഒരു ഇതിൻ്റെ കൺഫർമേഷൻ ചെക്ക് ചെയ്ത് നമുക്ക് ഇതിൻ്റെ ഓപ്ഷനും കൂടെ ഓപ്ഷനും കൂടെ നമുക്ക് ട്രേഡ് എടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ റെഡ് വരുന്ന റെസിസ്റ്റ് ചെയ്യുന്നതും താഴത്തെ ബ്ലൂ വരുന്ന സപ്പോർട്ടും ആണ്. ഞാൻ പറഞ്ഞുള്ള സൈഡ് വേസിൻ്റെ ഇൻഡിക്കേഷൻ നമുക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഒരു ലൈവ് ഡെമോ അറ്റൻഡ് ചെയ്യാൻ താല്പര്യം കോൺടാക്ട് ചെയ്യുക. താങ്ക് യു.